തമ്പുരാൻ്റെ കരുണയല്ലേ ജീവിതം. നമ്മളൊക്കെ വിചാരിക്കുന്നു നമ്മൾ എന്നും ഇവിടെ കാണുമെന്ന്. അതുകൊണ്ടല്ലേ എൻ്റെ കൊക്കിന് ജീവനുണ്ട് അത് ചെയ്യുമെന്നും എന്തൊരു വാശിയും വൈരാഗ്യവും ഒക്കെയാണ് നമ്മൾ നടത്തുന്നത്. പള്ളി പോലും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുകയല്ലേ, കലഹങ്ങൾ ഉണ്ടാക്കുകയല്ലേ, എന്നും ഇവിടെ ഉണ്ടെന്നുള്ളൊരു മട്ടിൽ. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഒരു ടെലിഫിലിം കണക്കാണ് നമ്മുടെ ജീവിതം. 95 വയസ്സുള്ള ഒരു അമ്മച്ചി പരാതി പറഞ്ഞുകൊണ്ട് നടക്കുക, എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല. 8 വയസ്സുള്ള പേരക്കുട്ടി അമ്മച്ചിയൊക്കെ പറഞ്ഞു വന്നിട്ട് പറയുക, അമ്മച്ചി എന്തിനാ വിഷമിക്കുന്നത്, അമ്മച്ചിക്ക് മരുന്ന് ഞാൻ എടുത്തു തരാം, വെള്ളം ഞാൻ എടുത്തു തരാം, ഭക്ഷണം ഞാൻ കൊണ്ടുതരാം. അമ്മച്ചി പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ എനിക്കതറിയാം, നീ ഇതെല്ലാം ചെയ്യുമെന്ന്, പക്ഷെ നിൻ്റെ കാലം കഴിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യൂടി? അതാ എൻ്റെ പ്രശ്നം. നമ്മളൊക്കെ ഇന്ന് ഇവിടെ കാണുമെന്നാണ് നമ്മുടെ ചിന്ത. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എടുത്ത ശ്വാസം തിരിച്ചു വിട്ടില്ലെങ്കിൽ മൃതശരീരം അല്ലേ? എത്ര കരുണയോടാണ് എൻ്റെ തമ്പുരാൻ കർത്താവിനെ നിങ്ങളെ നടത്തുന്നതെന്നറിയാമോ? അവൻ വിളിക്കുമ്പോൾ ഒരുക്കത്തോടെ നിൽപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമുക്ക് മാന്യന്മാരാകാം, ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതം എങ്ങനെയാ? തമ്പുരാൻ നമ്മളെ കാണുന്നു എന്നൊരു ചിന്തയുണ്ടെങ്കിൽ പെരുവിരൽ മുതൽ തലവരെ ഒരു വിറയിൽ നമുക്ക് കടന്നു വരുന്നില്ലേ? ലോകത്തിൻ്റെ മോഹങ്ങളിലും പ്രലോഭനങ്ങളിലും ഒക്കെ വശമതരായി എത്രയോ പ്രാവശ്യം ആ ദൈവബന്ധം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ദൈവത്തിൽ നിന്ന് അകലുന്ന അല്ലാതെ നമുക്ക് ദൈവത്തോട് അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ശൈശവത്തിൻ്റെ നൈർമല്യം, ബാല്യത്തിൻ്റെ വിശുദ്ധി അത് നിങ്ങൾക്ക് ഇന്നുണ്ടോ? എനിക്കുണ്ടോ? വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നകന്നകന്ന് പോകുന്നതല്ലാതെ ഒരു കണിക പോലും തിരിച്ച് തമ്പുരാൻ്റെ അടുക്കിലേക്ക് കടന്നു വരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സാധാരണ ഞാൻ പറയും, നമ്മുടെ ഒരു അച്ഛൻ്റെ സെൻറ്റ് ഓഫിൻ്റെ പോലാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒരു പള്ളിയിൽ അച്ഛൻ്റെ സെൻറ്റ് ഓഫ് നടക്കുക, പുതുതായിട്ട് വന്ന അച്ഛന് സ്വീകരണം കൊടുക്കുക. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഈ അച്ഛൻ 3 വർഷമായി അച്ഛൻ പോകുന്ന സമയത്തും പുതുതായിട്ട് വരുന്ന അച്ഛനെ സ്വീകരിക്കുന്ന സമയത്തും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മാമോദീസ ശുശ്രൂഷയാണ്. സാത്താനെ ഉപേക്ഷിച്ച് മെസ്സിയായെ സ്വീകരിക്കുന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് വരുന്ന അച്ഛന് വലിയ സന്തോഷമുണ്ടായി. വരുന്ന അച്ഛൻ്റെ സന്തോഷം കൂടിക്കൂടി വന്നപ്പോഴത്തേക്ക് പോകുന്ന അച്ഛൻ ഞൊണ്ടിയിട്ട് പറഞ്ഞ്, അധികം ഒന്നും സന്തോഷിക്കേണ്ട, 3 വർഷം കഴിയുമ്പോൾ ഈ സാധനം തന്നെ കേൾക്കാവുന്നു. ഞാൻ പറഞ്ഞു വന്നത്, കാലം കഴിയുന്നതനുസരിച്ച് ശരിക്കും ചിന്തിച്ചു നോക്കി, മനസാക്ഷിയോട് ചോദിച്ച്, ദൈവത്തിൽ നകന്നകന്നകന്ന് പോകുന്നതല്ലാതെ ഒരു തരി ദൈവത്തോടടുത്ത് വരാൻ കഴിയുന്നുണ്ടോ? ഒത്തിരി പ്രലോഭനങ്ങളുടെ കാലമായി കാലം. അതിലൊക്കെ വശംവദരായി, അതിലൊക്കെ വീണുപോയി, ഇടറിപ്പോയിട്ടില്ലേ? കുഞ്ഞുങ്ങളുടെ മുൻപിൽ സാരോപദേശങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പങ്കാളിയുടെ മുൻപിൽ വിശ്വസ്തത അടിച്ചു നിൽക്കുന്നുണ്ട്, മാതാപിതാക്കളുടെ മുൻപിൽ അവർക്ക് വിധേയപ്പെട്ട് നിൽക്കുന്നുണ്ട്. പള്ളിയിൽ നമ്മൾ മാന്യന്മാരാണ്, പക്ഷെ ആരും അറിയാതെ ചില രഹസ്യ ജീവിതത്തിൻ്റെ പാളിച്ചകൾ നമ്മൾ സംഭവിച്ചിട്ടില്ലേ? ഇവിടെ നമുക്ക് എങ്ങനെ കാത്തിരിക്കാൻ പറ്റും തമ്പുരാനെ? വീണ്ടും വരുന്ന ഒരു ദൈവമുണ്ടെന്നും തുലാസിൽ അളന്നു നോക്കുന്ന ഒരു ദൈവമുണ്ടെന്നും എങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയും? സ്വയം ആത്മശോധന ചെയ്യണം. പ്രത്യേകിച്ച് ഇക്കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ഇനിയും ഫോക്കസ് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കിയാലും നമ്മുടെ കുഞ്ഞുങ്ങൾ പോയില്ലേ? ഈ കാലം ഒത്തിരി പ്രലോഭനത്തിൻ്റെ കാലമാണ്, ഇടറിപ്പോവാൻ സാധ്യതയുള്ളൊരു കാലമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർക്ക് വേണ്ടി കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കണം. അവരെ മോൾഡ് ചെയ്യുന്ന ഇടങ്ങളായിട്ട് മാറണം. എൻ്റെ ഇടവക ശുശ്രൂഷയിൽ എന്നെ ഒത്തിരി വിഷമിപ്പിച്ച ഒരു സംഭവമുണ്ട്. അപ്പനും അമ്മയ്ക്കും 2 മക്കളാണ്. ഇളയ മകൻ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു, +1 പഠിക്കുന്നു. അവൻ ഇച്ചിരി കുസൃതി കാണിച്ചു, അതിര് കടന്നുപോയി, ഒരിക്കലും ചെയ്യരുതാത്തതായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ അധ്യാപകരും PTA എല്ലാം ഇടപെട്ടു. അസംബ്ലി സമയത്ത് സ്കൂൾ അസംബ്ലിക്ക് ക്ഷമ പറയണം, അപ്പനെയും വിളിച്ചുകൊണ്ട് വരണം. ഈ മനുഷ്യൻ മറ്റൊരു നിർവാഹവുമില്ലാതെ മകനെയും കൊണ്ട് സ്കൂളിൽ വന്നു. അവനെ കൊണ്ട് നിർബന്ധിച്ച് അപ്പൻ ക്ഷമ പറയിപ്പിച്ചു. സ്കൂൾ അസംബ്ലി, പേരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഏറ്റവും കുഞ്ഞു ക്ലാസ്സിലെ കുട്ടികൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള പിള്ളേരുണ്ട്. എല്ലാവരുടെ മുമ്പിലാണ് ഇവൻ ക്ഷമ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ അപ്പന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൻ സ്കൂൾ അസംബ്ലിയുടെ മുൻപിൽ നിന്ന് കൈകൾ തൊഴുതുകൊണ്ട്, എൻ്റെ കുഞ്ഞ് ചെയ്ത തെറ്റിന് നിങ്ങളെല്ലാവരോടും ക്ഷമ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അവസാനം പൊട്ടിക്കരയുന്നൊരു ഘട്ടമെത്തി. ഈ മനുഷ്യൻ്റെ ഒരു സ്നേഹിതൻ, പണ്ട് സ്കൂളിൽ പഠിച്ച ഒരാൾ, സ്കൂളിലെ അധ്യാപകനുമാണ്. അയാളുടെ മുമ്പിലുമൊക്കെ നിന്നല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളുടെ മുൻപിലുമൊക്കെ നിന്നല്ലേ തൻ്റെ മകന് വേണ്ടി ഒരപ്പൻ ക്ഷമ പറയേണ്ട സാഹചര്യം ഉണ്ടായത്. ആ മനുഷ്യൻ്റെ കരച്ചിൽ തീരുന്നില്ല. വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ വാവിട്ട് കരയുകയാണ്.
ഇവൻ്റെ അമ്മയ്ക്ക് ഒത്തിരി വിഷമമായി. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോടാ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അപ്പ ഇങ്ങനെ കരഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ് കരയുന്നത്, നിന്നെ പ്രതിയാണ് കരയുന്നത്. എടാ, ഇതിനേക്കാൾ നല്ലത് ഇച്ചിരി വിഷം താടാ, മേടിച്ചതാ, നമുക്കെല്ലാവർക്കും കൂടെ കഴിക്കാൻ, ചാക, അതാ നല്ലത്. പാവം അമ്മയുടെ വിഷമം കൊണ്ട് മാത്രം പറഞ്ഞതാ. ചെറുക്കൻ എന്നാ ഇതെന്നറിയാമോ? പഠിക്കാനാന്ന് പറഞ്ഞിട്ട് മുറി കയറി. ഒത്തിരി നേരമായിട്ടും പുറത്തിറങ്ങുന്നില്ല. ഒടുവിൽ അപ്പൻ കതകിൽ തട്ടി തുറക്കുന്നില്ല. ചവിട്ടി തുറന്നപ്പോഴത്തേക്ക് ദാ ആകാശ് ഫാനിൽ തൂങ്ങിക്കിടക്കുക. അപ്പയമ്മയും തകർന്നുപോയി. ഇന്നതുപോലെ അവൻ്റെ ശവസംസ്കാരം എനിക്ക് ഓർമ്മയുണ്ട്. അടക്കമെല്ലാം കഴിഞ്ഞു, കല്ലറയുടെ സ്ലാബ് വിട്ടു, എല്ലാവരും പോയി. അമ്മയ്ക്ക് പോകാൻ പറ്റുന്നില്ല. കല്ലറ ഇങ്ങനെ അടങ്കം പിടിക്കാൻ ശ്രമിച്ചിട്ട് അമ്മ പറയുക, എൻ്റെ പൊന്നെ, എൻ്റെ മുത്തേ, എന്തിനാടാ ഞങ്ങളോടിങ്ങനെ ചെയ്തത്? ആ വീടൊന്ന് നോർമലാകാൻ വേണ്ടി ഞാനും ഇടവപ്പെട്ടക്കാരനായ തോമസ് രാജു അച്ഛനും ഒക്കെ പല പ്രാവശ്യം അവിടെ പോയി. പല പ്രാവശ്യം ആ വീട്ടിൽ ഞാൻ വീണ്ടും കയറി ഇറങ്ങി. ഒരു വേള അപ്പൻ എന്നോട് പറഞ്ഞത്, അച്ഛൻ അറിയരുതോ ഞാൻ എറണാകുളത്ത് ടാക്സി ഡ്രൈവറാണെന്ന്? എല്ലാ വീക്കെൻഡിലും ഞാൻ വീട്ടിൽ വരും എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ. അവരെന്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാം മേടിച്ചു കൊടുക്കും. അവൻ്റെ സർജറിക്ക് വേണ്ടി 1-2 വർഷം മുമ്പ് 1.5 ലക്ഷം കടം മേടിച്ചാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. അച്ഛൻ പറ, എന്നിട്ടും എൻ്റെ കുഞ്ഞ് എന്താ ഇങ്ങനെ ചെയ്തത്? പ്രിയമുള്ളവരെ, ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊന്നുമല്ല. കണ്ണ് നിറഞ്ഞ് ഈ കാലങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി സംഭവങ്ങൾ പറയാനുണ്ട്. ഇന്ന് നാം കരയേണ്ടത് മക്കൾക്ക് വേണ്ടിയാണ്. കേരളത്തിലെ ആനുകാലിക മാസികകളിൽ ഒരു 5-6 വർഷമായിട്ട് നടന്ന ഷോക്കിംഗ് റിപ്പോർട്ടുകൾ പരിശോധിച്ച് നോക്ക്. മക്കളെ പറ്റിയല്ല, നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കുട്ടിക്കുടിയന്മാർ, വീട് വിട്ടിറങ്ങുന്ന മക്കൾ, പുകയരുതേ മക്കളെ നിങ്ങൾ ഓർക്കണം. ആ മാതാപിതാക്കളുടെ പൊള്ളുന്ന മനസ്സ്, കണ്ണ് കാണാത്ത പ്രണയവും കണ്ണുകെട്ടിയ നീതിയും, എത്രയോ പരമ്പരകൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. കൂടുതലും മക്കളെ പറ്റിയാ. കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മളും ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യുന്ന ഇടങ്ങളായിട്ട് മാറണം. യെരൂശലേം പുത്രിമാരെ, എനിക്ക് ഈ ശലോമോന്റെ പ്രലോഭനത്തിലൊന്നും വീഴാൻ പറ്റില്ല. അവൻ പറയുന്നത് വെറുതെയാണെന്ന് എനിക്കറിയാം. ഒരു തൂക്കവുമില്ലാത്ത വാക്കുകളാണ്. പക്ഷെ എൻ്റെ പ്രിയൻ പറഞ്ഞത് തൂക്കമുള്ള വാക്കാണ്. അവൻ പോയവൻ മാത്രമല്ല, വീണ്ടും വരും. അവൻ വീണ്ടും വരും. എന്നെ ചേർത്ത് കൊള്ളുവാൻ വരുമ്പോൾ ശലോമോനോടൊപ്പം അവൻ്റെ പ്രലോഭനത്തിൽ കീഴ്പ്പെട്ട് ജീവിതം നശിച്ചു പോകേണ്ടവളല്ല ഞാൻ. എൻ്റെ പ്രിയനോടൊപ്പം ചേർക്കപ്പെടേണ്ടവളാണ് ഞാൻ. അതാണ് എൻ്റെ ബോധ്യം, അതാണ് എൻ്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ തലമുറകളെ കുറച്ചുകൂടൊന്ന് പ്രാർത്ഥനാപൂർവ്വം ഒരുക്കാം. അവരെ ഒരുക്കുന്ന ഇടങ്ങളായിട്ട് നമ്മുടെ വീടുകൾ മാറാം. ഞാൻ മുൻപിരുന്ന ഒരു ദേവാലയം, കായംകുളം പള്ളിയിൽ ഒരു 19 വയസ്സുകാരൻ പഠിക്കാൻ ബാംഗ്ലൂരിൽ പോയി. അവൻ എൻ്റെ പറഞ്ഞു, അച്ഛൻ ഞാൻ പഠിക്കാൻ പോയിടത്ത് മിക്കവാറും കുട്ടികൾ മദ്യപിക്കുന്നവരായിരുന്നു. പക്ഷെ ഞാൻ ഒരു തുള്ളി മദ്യം കുടിച്ചിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? അവരെന്നെ നിർബന്ധിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പയും അമ്മയാണ് ഓർക്കുന്നതെന്ന്. എനിക്ക് കുടിക്കാൻ പറ്റുമോ വെച്ചോ? നമ്മുടെ ശരീരം വിറച്ചു പോവും. പ്രലോഭനങ്ങളൊക്കെ ഒത്തിരിയുണ്ട് ഇക്കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ. പക്ഷെ അവർക്ക് പറയാനിടയാകണം, എന്ത് പ്രലോഭനങ്ങൾ വന്നാലും, എന്ത് സമ്മർദ്ദങ്ങൾ വന്നാലും, ഏതെല്ലാം വശീകരണം വന്നെന്ന് പറഞ്ഞാലും അതിലൊന്നും പെട്ടുപോകയില്ല. അതുപോലുള്ള മാതാപിതാക്കളാണ് എൻ്റെ മാതാപിതാക്കൾ എന്ന് പറയാനിടയാകണം. ഒത്തിരി കണികൾ നമ്മുടെ തലമുറകളുടെ മുൻപിലുണ്ട്. മണി ട്രാപ്പ്, ഹണി ട്രാപ്പ്, ഡ്രഗ്സ്, എന്തെല്ലാമാ നമ്മുടെ കൗമാരക്കാരെ സ്നേഹം ഭാവിച്ച് തകർക്കാൻ തക്കവണ്ണമുള്ള എന്തെല്ലാം മാഫിയാസംഘങ്ങളാണ്. കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കണം. അവരെ മോൾഡ് ചെയ്യുന്ന ഇടങ്ങളാകണം. യെരൂശലേം പുത്രിമാരെ, ദാ എൻ്റെ പ്രിയൻ മലകൾ മേൽ കുതിച്ചു വരുന്നുണ്ട്. ഹുങ്കാര ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ദാ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല, ഉണർന്നിരിക്കുന്നു. അവൻ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ശലോമോന്റെ പ്രലോഭനത്തിൽ പോകാൻ പറ്റില്ല. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം. ആസന്നമായി പ്രിയരേ